നമസ്കാരം, മാസ്റ്റർ ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. നമ്മൾ എക്സലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സലിനകത്ത് ഹോം ടാബ് നമ്മൾ പറഞ്ഞു, അതിലെ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിംഗ് ഇതുവരെ നമ്മൾ പറഞ്ഞു. എഡിറ്റിംഗ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കിടക്കാം. അപ്പോൾ നോക്കി, ഈ എഡിറ്റിംഗ് ഗ്രൂപ്പിനകത്ത് ആദ്യം വരുന്നതെന്ന് പറയുന്നത് സം ആണ്. അതായത് ഇത് ഓട്ടോ സം ബട്ടൺ ആണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെല്ലിൽ ഒരു റേഞ്ച് ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സെൽ റേഞ്ച് ആണ്. ഇതെന്ന് പറയുന്നത് A1, ഏത് മുതലാണ്, A1 മുതൽ ലാസ്റ്റ് സെൽ ഏതാണ്, D6 ആണ്. അപ്പോൾ ഈ A1 സെല്ല് മുതൽ D6 വരെയുള്ള ഒരു റേഞ്ച് ആണ്. ഇത്രയും ഇതിനെ നമുക്ക് സെൽ റേഞ്ച് എന്ന് പറയാം. ഇനി സെൽ റേഞ്ചിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെൽ നെയിം കൊടുക്കുക A1, അതുപോലെ തന്നെ കോളൻ, സെമി കോളൻ കൊടുക്കുക D6. ഇങ്ങനെയാണ് ഒരു സെൽ റേഞ്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതും എക്സാമിന് ചോദിക്കും. ഇപ്പോൾ A1 കോളൻ കൊടുക്കും, അതുപോലെ തന്നെ A1 സെമി കോളൻ കൊടുക്കും, A1 ഫുൾ സ്റ്റോപ്പ് കൊടുക്കും. അങ്ങനെയൊക്കെ സിമ്പിൾ കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാം ഒരു സെൽ റേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ A1 കോളനാണ് സെൽ റേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. A1 കോളൻ D6 എന്ന് പറഞ്ഞാൽ A1 മുതൽ D6 വരെ എന്നാണ് അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം സെൽ വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് വാല്യൂസ് ഇട്ട് കാണിച്ചു തരാം. ഇപ്പം നോക്കിയേ, ഞാനിവിടെ കുറച്ച് വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. ഈ വാല്യൂസിൻ്റെ സം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നോക്കി, ഇത്രയും വാല്യൂസിൻ്റെ സം എനിക്ക് ഈ ഒരു സിംഗിൾ, നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എക്സൽ യൂസ് ചെയ്യുന്നത്, ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നോക്കിയേ, ഞാനിവിടെ ഈ ഒരു വാല്യൂ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയാലും ഫോർമുല ആയാലും ആദ്യമേ ഈക്വൽ സൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ കൊടുത്തു. നമുക്ക് ആദ്യമേ ഈ 12 അങ്ങനെ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഇത് ഞാൻ കാണിക്കേണ്ട, വേറൊരെണ്ണം കാണിച്ചു തരാം. ഈക്വൽ 6 + 7 + 8 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഡയറക്റ്റ് വാല്യൂസ് എൻ്റർ ചെയ്ത് വാല്യൂസിൻ്റെ സം കണ്ടുപിടിക്കാം. ഇനി ഞാൻ എൻ്റർ കൊടുക്കുക, ഇത്രയും എഴുതിയതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെല്ല് ക്ലിക്ക് ചെയ്തുമ്പോൾ നോക്കിയേ, 6ഉം 7ഉം 8ഉം കൂടി ആഡ് ചെയ്ത് സം ആയിരിക്കും നമുക്ക് ഈ ഒരു സെല്ലിനകത്ത് കിട്ടുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പക്ഷേ വലിയ വലിയ നമ്പേഴ്സ് ആവുമ്പോൾ എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ. ഇപ്പോൾ നമ്മുടെ എക്സലിൽ ആഡ് ചെയ്യുന്നതിലല്ല, എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിസൾട്ടിൽ മിസ്റ്റേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഓരോ സെല്ലിലും എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂസ് മാറ്റമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെല്ലിനെ റെഫർ ചെയ്യാം. അതിന് സെൽ റെഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കി, ഈ ഒരു സെല്ലിനകത്ത് ഞാൻ ഈക്വൽ സൈൻ കൊടുത്തു. അതിനുശേഷം ഈ ഫസ്റ്റ് സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്താണ് വന്നത്, സെല്ലിൻ്റെ അഡ്രസ്സ് വന്നു, A1 വന്നു. അപ്പം A1 ഇനി ഞാൻ ആഡ് ചെയ്യാനുള്ള പ്ലസ് സൈൻ കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്ലസ് സൈൻ കൊടുത്തു. മൂന്നാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തു, പ്ലസ് സൈൻ കൊടുത്തു. നാലാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, അപ്പം ഇവിടെ എന്താ, 12 + 43 + 23 + 12 എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ ഈക്വൽ സൈൻ കൊടുത്തിട്ട് ഓരോ സെല്ലിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സെൽ അഡ്രസ്സ് ഇവിടെ വരും. ഇനി നമ്മൾ എൻ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ സെല്ലിൻ്റെ എന്താ അത്രയും വാല്യൂസിൻ്റെ സമം നോക്ക്, 12, 43, 23, 12 ഇത് ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 90 കിട്ടും. ആ ഒരു വാല്യൂ, അതായത് A1 B1, A1ലുള്ള സെല്ലിലുള്ള വാല്യൂ, B1 സെല്ലിലുള്ള വാല്യൂ, C1 സെല്ലിലുള്ള വാല്യൂ, D1 സെല്ലിലുള്ള വാല്യൂ അത്രയും കൂടി ആഡ് ചെയ്ത റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനെയാണ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വലിയ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സെൽ അഡ്രസ്സ് യൂസ് ചെയ്ത് നമുക്കിവിടെ റെഫർ ചെയ്യാം. ഇനിയിപ്പോൾ നോക്കി, ഈ ഒരു സെല്ലിൽ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു സമ്മാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ടല്ലോ, നമ്മൾ ആ റെക്റ്റാങ്കിളിലേക്ക് നമ്മുടെ മൗസ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്ലസ് സൈൻ ആവും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, താഴോട്ടുള്ള
ആൻസർ കിട്ടും. ഇനി ഇതെന്താ കിട്ടിയിരിക്കുന്നത് നോക്കി, ഇത് ഈ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് A1 + B1 + C1 + D1 ആണെങ്കിൽ ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്ത് വരും, A2 + B2 + C2 + D2. അതുപോലെ തന്നെ ഇതാവുമ്പം A3 + B3 + C3 + D3. അതായത് എക്സൽ സെൽ വാല്യൂസിനെ ഓട്ടോമാറ്റിക്കലി റീഅറേഞ്ച് ചെയ്യും. ഇപ്പം ഇതിനെ ഇങ്ങനെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇപ്പം നമുക്കിപ്പോൾ ഇത്രയും അതായത് ഈ ഒരു കോളത്തിൽ ഇതിൻ്റെ ഇത്രയും സമ്മാണ് കിട്ടേണ്ടത്, ഇങ്ങോട്ട് വീണ്ടും വീണ്ടും നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്യുന്ന ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സലിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ സെൽ അഡ്രസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതിനെ റിലേറ്റീവ് സെൽ റെഫറൻസിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ സെൽ റെഫറൻസ്, നമ്മൾ പറഞ്ഞ ഈ സെല്ലിനെ ഇങ്ങനെ റെഫർ ചെയ്യുന്നതാണ് എന്ത് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. റിലേറ്റീവ് സെൽ റെഫറൻസിങ് ഉണ്ട്, അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് സെൽ റെഫറൻസിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു, ഇപ്പോൾ 90 ഞാനിവിടെ ആൻസർ കണ്ടുപിടിച്ചു, പിന്നീട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇല്ലേ. ഇവിടെ A1 എന്നുള്ളിടത്ത് ഇവിടെ വന്നപ്പോൾ എന്തായി, A2 ആയി, ഇവിടെ വന്നപ്പോൾ A3 ആയി. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സെൽ അഡ്രസ്സ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സെൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അതൊരു എക്സലിൻ്റെ ഫീച്ചറാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നതിന് റിലേറ്റീവ് സെൽ റെഫറൻസിങ് എന്നാണ് പറയുന്നത്. റിലേറ്റീവ് സെൽ റെഫറൻസിങ് എന്ന് പറയും. ഇനി നോക്കിയേ, ഇനി നമുക്കിങ്ങനെ സെൽ അഡ്രസ്സ് ചേഞ്ച് ആകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോളർ സൈൻ യൂസ് ചെയ്യും. അതായത് കോളം വാല്യൂവിനും റോ വാല്യൂവിനും മുന്നിലായിട്ട് ഡോളർ സൈൻ യൂസ് ചെയ്താൽ ആ വാല്യൂ ചേഞ്ച് ആകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നോക്കിയേ, ഈക്വൽ എനിക്കിപ്പോൾ A1 B1 കൂടി മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈക്വൽ ഡോളർ സൈൻ ഏതിന് മുന്നെയാണ്, നമ്മുടെ കോളം വാല്യൂവിനും റോ വാല്യൂവിനും മുന്നേ $A $1 എന്ന് പറഞ്ഞാൽ A1 ആണ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യേണ്ട, ചേഞ്ച് ചെയ്യേണ്ട. പ്ലസ് അടുത്തത് B1, അപ്പം ഞാൻ കൊടുത്തു എന്താ $B, അതുപോലെ തന്നെ $1 കൊടുത്തു. കണ്ടോ, അപ്പോൾ A1 B1 കൂടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ എൻ്റർ കൊടുത്തു. A1 B1 12 + 43 എത്രയാണ് വരുന്നത്, 43 12 55 വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ A1 + B1 ആണ്. ഇനി ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്ക്, ഇവിടെ എല്ലാം എന്താ വന്ന 55 എന്ന വാല്യൂ ആണ് വന്നേക്കുന്നത്. ഈ കോളം എടുത്താലും എന്താണ് ആഡ് ചെയ്തേക്കുന്നത്, A1 + B1 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ സെൽ എടുത്താലും എന്താണ്, A1 + B1 ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ സെൽ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, സെൽ റെഫറൻസിങ്ങിൽ സെല്ലിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആകുന്നില്ല. ഇതിനെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ല് അഡ്രസ്സ് എന്ത് ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന സമയത്ത് ആ കോളം വാല്യൂം റോ വാല്യൂം ചേഞ്ച് ആകണ്ടെങ്കിൽ നമ്മൾ ഏത് സിമ്പൽ യൂസ് ചെയ്യുമെന്ന് എക്സാമിന് ചോദിക്കും. ഏത് സിമ്പലാണ്, ഡോളർ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്, കോളത്തിൻ്റെ മുന്നിലും റോയുടെ മുന്നിലും ഡോളർ സൈൻ ആഡ് ചെയ്യണം. അങ്ങനെ കോളത്തിൻ്റെ മുന്നിലും റോയുടെ മുന്നിലും ഡോളർ സൈൻ ആഡ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോളർ സൈൻ ആഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതാണ് റിലേറ്റീവ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം ഉണ്ട്, മിക്സഡ് സെൽ റെഫറൻസിങ്. മിക്സഡ് സെൽ റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് കോളം വാല്യൂ മാത്രം ഫിക്സഡ് ആക്കി വെക്കാം, അല്ലെങ്കിൽ റോ വാല്യൂ മാത്രം ഫിക്സഡ് ആക്കി വെക്കാം. അതിനെയാണ് മിക്സഡ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചത് ഏതാണ്, കോളം വാല്യൂവും റോ വാല്യൂവും ഫിക്സഡ് ആക്കി വെച്ചു. ഇനി ഒരു ഇക്വേഷനിൽ ഞാൻ ഈക്വൽ സൈൻ $A1. ഇപ്പോൾ ഇവിടെ ഏതാണ് ഫിക്സഡ് ആക്കിയിട്ടുള്ളത്, A ആണ് ഫിക്സഡ്. എയുടെ വാല്യൂ ചേഞ്ച് ആകത്തില്ല. ഏത് ചേഞ്ച് ആകും, 1 എന്നുള്ള വാല്യൂ ചേഞ്ച് ആകും. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലസ്, അടുത്തത് B $1. ഇവിടെ എന്താണ് ഞാൻ ചേഞ്ച് ആകാതെ കൊടുത്തത്, 1 എന്ന് പറയുന്ന വാല്യൂ, അതായത് റോ വാല്യൂ ആണ് ഫിക്സഡ് ആക്കി വെച്ചത്. കോളം വാല്യൂ എന്താകും, ചേഞ്ച് ആകും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, മിക്സഡ് സെൽ റെഫറൻസിങ് എന്ന് പറയാം. അതായത് റോ വാല്യൂ കോളം വാല്യൂ ഏതെങ്കിലും ഒന്നിനെ ഫിക്സഡ് ആക്കി വെക്കുന്നതാണ് മിക്സഡ് സെൽ റെഫറൻസിങ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ A1 + B1 ആണ്. ഇവിടെ വന്നപ്പോൾ എന്തായി, A2 + B1 ആയി. അതായത് എയുടെ വാല്യൂ അങ്ങനെ തന്നെ ഇരുന്നു. അതായത് ഇവിടെ A1 ആണ്, ഇവിടെ വന്നപ്പോഴും A തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തിന് നമ്മൾ കൊടുത്തില്ല, 1 നമ്മൾ ഡോളർ സൈൻ കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായി, 2 ആയി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്, A2ഉം B1ഉം ആണ് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നോക്കി 23ഉം 43ഉം കൂടെയാണ് ആഡ് ചെയ്തത്. 3 3 6 4 2 6 66 വാല്യൂ ആണ് ഇവിടെ കിട്ടിയത്. അതായത് ഈ 43ഉം ഈ 23ഉം. അടുത്ത ഇവിടെ വരുമ്പോൾ എന്താകും, A3യും B1ഉം കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ 21 43 3ഉം 1 4 4 2 6 കണ്ടോ 64. അപ്പോൾ ഇതിനെയാണ് മിക്സഡ് സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് $സൈൻ കൊടുക്കുന്നത് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. $സൈൻ കൊടുക്കുന്ന വാല്യൂവിന് മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ സെൽ റെഫറൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണ്. റിലേറ്റീവ് ഉണ്ട്, അബ്സല്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് സെൽ റെഫറൻസിങ് ഉണ്ട്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് സൈനാന്ന് ചോദിച്ചാൽ $സൈൻ ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓട്ടോ സം പറയുന്നതിന് മുന്നേ ആണ് ഇത് പറഞ്ഞത്. ഇനി ഓട്ടോ സം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഓട്ടോ സം ബട്ടൺ, ഇതിൻ്റെ ഇത്രയും കൂടി സമ്മ് നമുക്ക് ഈ തൊട്ടടുത്ത സെല്ലിൽ ഈ സെല്ലിൽ കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഇത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിപ്പോൾ ഏതൊക്കെ സെല്ലുകളുടെ ആണോ നമുക്ക് സം കാണേണ്ടത് അത്രയും സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഓട്ടോ സം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത സെല്ലിൽ എന്താകും, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് മാറ്റി കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത്രയും വാല്യൂസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിൻ്റെ ഇത്രയും സമ്മാണ് കാണേണ്ടെങ്കിൽ ഇത്രയും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഓട്ടോ സം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ തൊട്ടടുത്ത സെല്ലിൽ എന്ത് വരും, അതിൻ്റെ സം വരും. ഇനി നമ്മുടെ ഈ ഓട്ടോ സം ബട്ടണിൽ തന്നെ ചില ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഏതൊക്കെയാണ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ, ഇത്രയും ഫങ്ഷൻസ് നമ്മുടെ ഈ ഓട്ടോ സം ബട്ടണിലുണ്ട്. ഫങ്ഷൻസും ഫോർമുലാസും നമുക്ക് പഠിക്കാനുണ്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീ ഡിഫൈൻഡ് ഫോർമുല. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ പ്ലസ് ചെയ്ത് നമ്മൾ പ്ലസ് സൈൻ കൊടുത്ത് ഓരോ സെൽ വാല്യൂ കൊടുത്തും അതുപോലെ തന്നെ നമ്പർ ഡയറക്റ്റ് കൊടുത്തും നമ്മൾ ചെയ്യുന്ന കണ്ടല്ലോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഇപ്പോൾ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമുല, ആ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് ഫോർമുലയാണ് ഫംഗ്ഷൻ. അങ്ങനെ നമ്മളിവിടെ ഉള്ള ഫംഗ്ഷൻസ് ആണ് ഏതൊക്കെ, സം ഉണ്ട്, ആവറേജ് ഉണ്ട്, കൗണ്ട് ഉണ്ട്, മാക്സ് ഉണ്ട്, മിൻ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഓട്ടോ സമ്മിലുള്ള ഫംഗ്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. സം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തപ്പോൾ എന്ത് വന്നു, സം വന്നു. ഇനി ഞാൻ ഇത് ഇത്രയും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഓട്ടോ സം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എത്ര വാല്യൂസ് ഉണ്ട് ഇത്രയും സമ്മിനെ എത്ര നമ്പർ ഉണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആവറേജ് കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ ആവറേജ് വന്നു. ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ആവറേജ് ഓഫ് A1 D1, അതായത് A1 മുതൽ D1 വരെ ഉള്ളതിൻ്റെ ആവറേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് 12 + 43 + 23 + 78 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4. അത് അത്രയും ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത്, 39 എന്ന് കിട്ടുന്നത്. ഇനി അടുത്ത നമ്മുടെ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഏതാണ്, നമ്മൾ സമ്മ്, ആവറേജ്. അടുത്ത കൗണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടോ അത് എത്രയും നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൗണ്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 5 ഇവിടെ വന്നത്. അതായത് 1 2 3 4 5. വേറെ കൗണ്ട് ഫംഗ്ഷനും കൗണ്ട് ബ്ലാങ്ക് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ ഓട്ടോ സമ്മിലുള്ള മാത്രമേ പറയുന്നുള്ളൂ. ഇനി നോക്കി, ഇത് ഇത്രയും ഞാൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഏതാണ് ഫംഗ്ഷൻ, മാക്സ്. മാക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ലാർജ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ റേഞ്ച് ഓഫ് സെൽ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റേഞ്ചിലുള്ള ലാർജ് നമ്പർ. ഇപ്പം ഇതിനകത്ത് 23 32 12 ഇതിലേതായിരിക്കും ലാർജ് നമ്പർ, 32 അല്ലേ. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും, 32 കിട്ടും. ഇനി ഈ ഒരു റേഞ്ചിൽ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിലോ ഇത് നോക്കിയേ, മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ മിന്ന് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ അതിനകത്ത് സ്മോളസ്റ്റ് നമ്പർ എത്രയായിരുന്നു, 21 ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓട്ടോ സം ബട്ടണിലുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ, ഇത്രയുമാണ് ഓട്ടോ സം ബട്ടണിലുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് ഫോർമുലയാണ് എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്കിനി പഠിക്കാനുണ്ട്. എല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്